വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ജബൽ ഷംസിൻ്റെ പാർട്ട് 2 വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ചായ എല്ലാം കുടിച്ച് നമ്മൾ പിന്നെയും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ജബൽ ഷംസിൽ നമുക്ക് ചെറിയ കാറുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടുണ്ട്. ആ സ്പോട്ട് വരെയാണ് നമ്മൾ പോയത്. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ വളരെ കാറ്റും നല്ല തണുപ്പും സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു അവിടെ. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു 4 വീൽ ഹയർ ചെയ്യാൻ പറ്റും. അങ്ങനെ 4 വീൽ ഹയർ ചെയ്തിട്ട് നമ്മൾ ജബൽ ഷംസിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ പോവാണ്. ഈ ഒരു സ്പോട്ടിൽ തന്നെ ഇത്രയും കാറ്റും തണുപ്പും ഉണ്ടാകുമ്പോൾ മുകളിൽ എത്രമാത്രമായിരിക്കും എന്ന് എല്ലാവർക്കും ഊഹിക്കാമല്ലോ. അത്രയും തണുപ്പും കാറ്റും തന്നെയായിരുന്നു മുകളിലെത്തിയപ്പോഴും. നമ്മുടെ കാർ നിർത്തിയിരിക്കുന്ന സ്പോട്ടിൽ നിന്ന് ഏകദേശം ½ ആൻ അവർ തന്നെ മുകളിലേക്കുണ്ട്. അത്യാവശ്യം ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെയാണ് 4 വീൽ മാത്രമേ പോകുള്ളൂ. 4 വീൽ മാത്രമേ പോകുള്ളൂ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ കാറും പോകുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ സ്വന്തം റിസ്കിൽ നമുക്ക് എടുത്തിട്ട് പോകാം എന്നുള്ളതേ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ജബൽ ഷംസിന്റെ, നിങ്ങൾ എന്തിങ്ങനെ ബ്ലർ ആയിട്ടിരിക്കുന്നേ? ഞാൻ മാത്രം തെളിഞ്ഞിരിക്കുന്നു. ഗൈസ്, നമ്മളിപ്പോൾ ജബൽ ഷംസിന്റെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെല്ലാം എന്തെങ്കിലും പറയാനുണ്ടോ? പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി അവിടെ നിൽക്കുന്നു, നമ്മളവിടെ ഇറങ്ങും. നമ്മളിപ്പോ എത്ര അടി ഉയരത്തിലേക്കാ പോകുന്നതെന്നറിയോ? 3000 feet above sea level. 3000 ഉള്ളോ? 3600 ഇല്ലേ? ആ പൊട്ടത്തറ്റാണ്. ആര് കൈ പിടിക്കണേ? നമ്മളുടെ ആ കാർ നിർത്തിയിരിക്കുന്ന സ്പോട്ടിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് പോകാനായിട്ട് 4 വീലിൽ, ഒരു നോർമൽ 4 വീലാണെന്നുണ്ടെങ്കിൽ അതിൽ 20 റിയാൽ ആയിരിക്കും അവർ പേ ചെയ്യുക. മാക്സിമം പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് കുറക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ കുറക്കാൻ തീരെ ചാൻസ് ഇല്ല. അങ്ങനെ നമ്മൾ ജബൽ ഷംസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് ഗൈസ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര മാത്രം തണുപ്പായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഫ്രീസിങ് തണുപ്പെന്ന് വേണമെങ്കിൽ പറയായിരുന്നു. അത്രയും തണുപ്പുണ്ടായിരുന്നു. ജബൽ ഷംസിൽ ഈ ഒരു ടൈമിൽ പോകുന്നവരെ എന്തായാലും ലെയറിങ് ചെയ്തിട്ട് വേണം പോകാൻ. ഗ്ലൗസ്, ഹാറ്റ്, തെർമൽസ് എല്ലാം മസ്റ്റാണ്. ബിക്കോസ് നല്ല തണുപ്പായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റേ ചെയ്യാൻ പോകുന്നവർ, ടെൻ്റ് അടിക്കാൻ പോകുന്നവരെല്ലാം ഫുൾ ലെയറിങ് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം കയ്യൊന്നും അനങ്ങുന്നില്ലായിരുന്നു, അങ്ങനത്തെ തണുപ്പായിരുന്നു അവിടെ. ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ജബൽ ഷംസിൻ്റെ മുകളിൽ വരെ പോകുന്നത്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അത്രയും ഭംഗി പോലെ തന്നെ അത്രയും അപകടം പിടിച്ച ഒരു സ്ഥലമാണ്. ചിത്രയുടെ സഹോദരി ജബൽ ഷംസ് ട്രക്കിങ്ങിനിടയിൽ ഈ അടുത്ത് മരണപ്പെട്ടു എന്നുള്ള ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത്രയും തന്നെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്പോട്ടുമാണ്. പക്ഷെ അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് വേണ്ട രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ. അവിടെ തന്നെ ഒരു ചെറിയ കഫേ ഉണ്ട്. അവിടെ നിന്ന് നല്ല ചൂട് ചായയോ കാപ്പിയോ ഒക്കെ ആ തണുപ്പത്ത് മേടിച്ച് കുടിക്കാൻ വളരെ നല്ല സുഖമാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ കാറുണ്ടായ ഏരിയയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. നമുക്ക് ½ ആൻ അവർ ആയിരുന്നു അവരുടെ അടുത്ത്, ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു മനോഹരമായ യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി. നമ്മൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ടെൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. സ്റ്റേ ചെയ്തില്ല, ജസ്റ്റ് നല്ല ചൂട് കട്ടൻ ചായയും ഓംപ്ലേറ്റും ഒക്കെ ആക്കി കഴിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്തു. ക്യാമ്പ് ഫയർ പോലെയൊക്കെ ആക്കി നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ജബൽ ഷംസിലെ വിശേഷങ്ങൾ. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ.